ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10 ഡേയ്സ് ക്ലാസ് സ്കിൻ ചലഞ്ചിൻ്റെ 5ാമത്തെ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം. ഓക്കെ, എനിക്കുള്ള ഒരു മെയിൻ പ്രശ്നമാണ് ഈ ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ഡാർക്ക് സർക്കിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പഴക്കമുള്ള ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു റെമഡിയാണിത്. ഡാർക്ക് സർക്കിൾസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ കുറേ നേരം ലാപ്ടോപ്പ് മൊബൈലൊക്കെ യൂസ് ചെയ്യുക, ഉറക്കമില്ലായ്മ, വെള്ളം കുടിക്കാതിരിക്കുക, സ്ട്രെസ്സ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരാം. അതുപോലെ തന്നെ എന്തെങ്കിലും അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരാം. അപ്പോൾ എൻ്റെ പ്രശ്നം അതാണ് കേട്ടോ. എനിക്ക് ഈ പൊടി അലർജിയാണ്, ഇങ്ങനെ കണ്ണ് തിരുമുന്ന ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ആണ് എനിക്ക് ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കുക്കുംബർ ജ്യൂസോ അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസോ അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് മാറും. ഒരു 3 ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും മാറും. അപ്പോൾ ഈ ഒരു കുറേ കാലങ്ങളായിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് മാറാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റൂ. അപ്പോൾ ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ചേഞ്ച് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ, പക്ഷെ നല്ല ഇഫക്റ്റീവാണ്, നല്ല റിസൾട്ടും തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാനൊരു അണ്ടർ ഐ ക്രീമും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കണ്ണിൻ്റെ താഴെയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടുന്നത് മിൽക്കാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച പാലാണെങ്കിൽ വളരെയധികം നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ടിഷ്യൂ പേപ്പർ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് പീസസ് ആണ്. അപ്പോൾ 2-3 ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നിങ്ങളിങ്ങനെ പെൻസിൽ കൊണ്ട് വരയ്ക്കുക, എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ 2 കണ്ണിലും ഇങ്ങനെ വെക്കുന്ന രീതിയിൽ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ തണുത്ത പാലിലേക്ക് ഈ ടിഷ്യൂ പേപ്പർ മുക്കിയിട്ട് നമ്മുടെ കണ്ണിന്റെ താഴെയായിട്ട് വെച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഇതുപോലത്തെ ഉള്ള സംഭവം നമുക്ക് ഈ ഓൺലൈനൊക്കെ മേടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അത്ര പൈസയൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ടിഷ്യൂ പേപ്പറൊക്കെ നമുക്ക് ഈ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഇതുപോലെ എടുത്ത് യൂസ് ചെയ്താൽ മതി, കാരണം നമ്മളിത് വെച്ചിട്ട് എന്തായാലും ഇത് കളയും. ഓക്കെ, അപ്പൊ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതൊരു 15 മിനിറ്റ് ഇതുപോലെ വെക്കുക. അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം. അപ്പൊ ഇത് നമ്മുടെ ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ. നമ്മൾ മറ്റുള്ള എന്ത് സംഭവം യൂസ് ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുണിയൊന്ന് നനച്ചിട്ട് അങ്ങോട്ട് തുടച്ചു കളയാം. ഇനി നമുക്ക് നമ്മുടെ അണ്ടർ ഐ ക്രീം റെഡിയാക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് കോക്കനട്ട് ഓയിൽ ആണ്. അത് 1 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് ആൽമണ്ട് ഓയിൽ ആണ്. അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് വൈറ്റമിൻ ഇ ഓയിലാണ് വേണ്ടുന്നത്. അപ്പൊ നമുക്ക് ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അതിന്റെ ക്യാപ്സ്യൂൾസ് മേടിക്കാൻ കിട്ടും. അതിൽ നിന്ന് 1 ക്യാപ്സ്യൂൾ എടുക്കുക, പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ? അതുപോലെ വൈറ്റമിൻ ഇ ഓയിലായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ? നെക്സ്റ്റ് നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓയിൽ മാത്രമായിട്ട് മിക്സ് ചെയ്ത് ഓയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരു ക്രീമായിട്ടാണ് വേണ്ടുന്നതെങ്കിൽ ഈ അലോവേര ജെല്ലും കൂടെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി ഒരു അണ്ടർ ഐ ക്രീമാണ്. നമുക്കിത് 2 നേരം അപ്ലൈ ചെയ്യണം. ഓക്കെ, രാവിലെയും രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങളിത് കണ്ണിന്റെ താഴെയായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് എല്ലാ ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ ചെറിയ രീതിയിലുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാറി നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ ഡാർക്ക് സർക്കിൾസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാളും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഈ 2 കാര്യങ്ങളും ചെയ്യുക. പിന്നെ ഈ പാല് താഴെ വെക്കുന്നത്, അതായത് പാഡിൽ മുക്കിയിട്ട് വെക്കുന്നതെന്ന് പറയുന്നത്, അത് നിങ്ങൾ 1 നേരം ചെയ്യുക. ഈ ക്രീം 2 നേരം യൂസ് ചെയ്യുക. ഉറപ്പായിട്ടും നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളപ്പം ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഈ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അങ്ങനെ തന്നെ വിടുക. ഈ ഒരു ക്രീം നമ്മുടെ കണ്ണിന്റെ താഴെയുള്ള ആ ഒരു റിങ്കിൾസ് ഒക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ ആ ഒരു സ്കിന്നിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടാനും സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും.
ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു മെത്തേഡാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.